ഹലോ, LDC ഫൈനൽ റിവിഷൻ 9ാമത്തെ ക്ലാസ്സാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കാർബണുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് കേട്ടോ. അത് മാത്രം നമ്മളിന്ന് പഠിക്കുന്നുള്ളൂ, വേറെ പോർഷൻസ് നമ്മളിന്ന് എടുക്കുന്നില്ല. കാരണം അതിൽ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചും കാർബൺ മോണോക്സൈഡിനെ കുറിച്ചും പിന്നെ കാർബണിൻ്റെ രൂപാന്തരങ്ങളെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പരീക്ഷ ചോദിക്കുന്നുള്ള ടോപ്പിക്കുകളാണ്. നമ്മൾ ഓർഗാനിക് കെമിസ്ട്രി സിലബസിൽ എടുത്ത് പറയുന്നതെന്നുണ്ടെങ്കിൽ ഇത് ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്. പല പരീക്ഷകളിലും ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ. മറ്റേ നിങ്ങൾ ABC സംയുക്തം കേട്ടിട്ടില്ലേ? അപ്പോൾ അതൊക്കെ വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്. അതുപോലെ ഒരു ഗ്രഫീന് അങ്ങനെയുള്ള കുറേ പ്രധാനപ്പെട്ട പോയിന്റ്സ് ഇവിടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത്. പിന്നെ ക്ലാസ് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ടോപ്പിക്കിൻ്റെ റിവിഷനും ഉണ്ടാകും. അത് 8ാമത്തെ ടോപ്പിക്കിൻ്റെ റിവിഷനും ഉണ്ടാകും. പിന്നെ നമ്മുടെ LDC ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഇവിടെ കൊടുത്തിരിക്കുന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്, നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഞങ്ങൾക്ക് LDC ബാച്ച് ഉണ്ട്. ഓക്കെ, രാവിലെയും ബാച്ചുണ്ട്, വൈകുന്നേരം ബാച്ചുണ്ട്. ഓക്കെ, അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ LDC വാട്സാപ്പ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആൾക്കാർ ഈ കൊടുത്തിരുന്ന നമ്പറിലേക്ക് 20 രൂപ ഗൂഗിൾ പേ ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്താൽ മതിയാവും. ആ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് എല്ലാ യൂട്യൂബ് ക്ലാസ്സിൻ്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഡെയിലി വർക്കൗട്ടുകളും ഡെയിലി സിലബസ് അനുസരിച്ചുള്ള പരീക്ഷയും ഉണ്ടാവും. ഒരു മാസത്തേക്കാണ് 20 രൂപ ചാർജ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോവാം. നമ്മളപ്പോൾ കാർബണിൻ്റെ ലോകം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. കാർബണിൻ്റെ ലോകം. ഓക്കെ, കാർബൺ നമുക്കറിയാമല്ലോ, പരീക്ഷകൾക്കൊക്കെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് കാർബൺ എന്ന് പറയുന്ന സാധനം. ഓക്കെ, പേന എന്ന് വെച്ചാൽ ഓക്കെ, നമുക്ക് നോക്കാം. ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദിച്ചിട്ടുള്ള നോക്കിയിട്ട് ഉത്തരം പറയരുത് കേട്ടോ. വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകാറുണ്ടോ? ഉണ്ടാകാറുണ്ട്. വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകാറുണ്ട്. അതിന് കാരണമായ മൂലകം ഏതാണ്? കാർബണാണ്. വസ്തുക്കൾ കത്തുമ്പോൾ കറുത്ത പുക ഉണ്ടാകുന്നതിന് കാരണമായ മൂലകമാണ് കാർബൺ. ഏതാണ്? കാർബൺ. ഓക്കെ, ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണത്തോടും കൂടിയ ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങൾ അറിയപ്പെടുന്ന പേരാണ് രൂപാന്തരങ്ങൾ. എന്താണ്? രൂപാന്തരങ്ങൾ. ഓക്കെ, അതായത് രൂപാന്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എന്താണ്ടാ, ഇപ്പം ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ രണ്ട് മനുഷ്യനാണ്, മനസ്സിലായില്ലേ? അതായത് നമ്മുടെയൊക്കെ എന്താണ്, രാസഗുണം സെയിം ആണ്, പക്ഷെ ഭൗതിക ഗുണം എന്താണ്, വ്യത്യസ്തമാണ്. അതായത് നിങ്ങൾ ഘടനയൊക്കെ രൂപം അതൊക്കെ വ്യത്യസ്തമാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതിനെ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കി വയ്ക്കാം. അതായത് ഒരേ രാസഗുണമായിരിക്കും, മനസ്സിലായില്ലേ? രാസഗുണം എല്ലാം സെയിം ആയിരിക്കും. ഇപ്പം നമുക്ക് എല്ലാവർക്കും ഓരോ രണ്ട് കണ്ണാണ്, മൂക്കാണ്, വായാണ്, ഹൃദയമാണ്, എല്ലാം സെയിമാണ്, പക്ഷേ നമ്മൾ വ്യത്യസ്തമാണ് ഭൗതികമായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഒരേ രാസഗുണവും വ്യത്യസ്ത ഭൗതിക ഗുണത്തോടും കൂടിയ ഒരു മൂലകത്തിൻ്റെ തന്നെ വിവിധ രൂപങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? രൂപാന്തരങ്ങൾ. എന്താണ്? രൂപാന്തരങ്ങൾ. അവിടെ മനസ്സിലായ രൂപാന്തരം എന്താണെന്ന്? എന്തായിരിക്കും രൂപാന്തരം? ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണത്തോടും കൂടിയ ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങൾ അറിയപ്പെടുന്ന പേരാണെന്ത്? രൂപാന്തരങ്ങൾ. രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരെന്താ? രൂപാന്തരണം. രൂപാന്തരത്വം. എന്താണ്? രൂപാന്തരത്വം. രൂപാന്തരണമെന്ന് അങ്ങ് ഓരോ പേരിടയാണ് വരുന്നുണ്ട്. രൂപാന്തരത്വം. എന്താണ്? രൂപാന്തരത്വം. എന്താണ്? രൂപാന്തരത്വം. നീ നോക്കി വായിക്കണല്ലേ? മതി, ഞാൻ ഇവിടെ വെച്ചോളാം. രൂപാന്തരത്വം. ഏതാണ്? രൂപാന്തരത്വം. ഓക്കെ, ശരി. കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് ഉദാഹരണമാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ. പറയാം ഏതൊക്കെ? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ. ഒന്ന് പൊക്കോട്ടെ പോസിറ്റ്. ഇലക്ഷൻ പ്രകടനം നിവൃത്തിയില്ല പിള്ളേരെ. ഇപ്പോൾ ഒരു എണ്ണം പോയി. മറ്റേ ജയ്ഹോ പാട്ടുണ്ടല്ലോ, മറ്റേ AR റഹ്മാൻ്റെ ആ ജയ്ഹോ പാട്ടിനെയൊക്കെ മാറ്റിയിട്ട് വേറെ എന്തൊക്കെ കയറ്റിയിട്ട് ഏതോ ഒരു ഇതാക്കിയിട്ട് പോയിട്ടുണ്ട്. ശരി, അപ്പോൾ കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് ഉദാഹരണം പറ. വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രാഫീൻ. കേട്ടോ? ഓക്കെ, പറ. വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രാഫീൻ. ഇതാണ് കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾ. കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരം നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എന്തിനെ കുറിച്ചാണ്? വജ്രത്തെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. വജ്രം അല്ലെങ്കിൽ ഡയമണ്ട്. വജ്രം അല്ലെങ്കിൽ ഡയമണ്ട്. ഓക്കെ, വജ്ര ജൂബിലി എന്ന് വെച്ചാൽ എന്താണ്? ഷമീം പറഞ്ഞേ. വജ്ര ജൂബിലി എത്രാമത്തെ വാർഷികമാണ് വജ്ര ജൂബിലി? 60. താങ്കൾ യോജിക്കുന്നുണ്ടോ അതിനോട്? ഇല്ലെങ്കിൽ ഏതാണ്? 75. ഞാൻ തലയടിച്ച് ഇവിടെ ഒട്ടിച്ചു വയ്ക്കും ഇവിടെ. 60. ഓക്കെ, ഏതാണ്? 60. കേട്ടോ, 60ആണ്. 60ാം വാർഷികത്തെ പറയുന്ന പേരാണ് പിള്ളേരെ വജ്ര ജൂബിലി അല്ലെങ്കിൽ ഡയമണ്ട് ജൂബിലി. വജ്ര ജൂബിലി അല്ലെങ്കിൽ ഡയമണ്ട് ജൂബിലി. ഓക്കെ, കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് ഏത്? വജ്രം. അപ്പൊ എന്താണ് വജ്രം എന്ന് കേട്ട് കഴിഞ്ഞാൽ കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് ഏത്? വജ്രം. ഏതാണ്? വജ്രം. ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ്? വജ്രമാണ്. കേട്ടോ, ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ് പിള്ളേരെ? വജ്രമാണ്. നിങ്ങൾ കണ്ടില്ലേ, ഗ്ലാസ് കടയിലൊക്കെ പോകുമ്പോഴേ ഒരു സാധനം എടുത്ത് വെച്ചാൽ അവരിങ്ങനെ
വരച്ചു വിടും. ആ തുമ്പിലിരിക്കുന്ന സാധനം വജ്രമാണ്. മനസ്സിലായി? ആ സാധനം തുമ്പിലിരിക്കുന്ന സാധനം എന്താണ്? അതൊരു പേന പോലെ സാധനം വെച്ചിങ്ങനെ വരച്ചുകൊണ്ടാണ്. ആ സാധനം എന്ന് വെച്ചാൽ എന്താണ്? അത് വജ്രമാണ്. എന്നിട്ട് എന്ത് ഇങ്ങനെ ആക്കുമ്പോൾ അത് ഇങ്ങനെ പൊളന്ന് കൃത്യമായി എന്ത് ചെയ്യും? പൊളന്ന് വരും. അപ്പോൾ ആ ഗ്ലാസ് മുറിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഏതാണ്? വജ്രമാണ്. അത് മാത്രമല്ല വജ്രം മുറിക്കാനും ഏതുകൊണ്ടേ പറ്റത്തുള്ളൂ? വജ്രം കൊണ്ടേ പറ്റത്തുള്ളൂ. ആ ഗ്ലാസ് ഉണ്ടാ വജ്രം മുറിക്കാനും വജ്രം കൊണ്ടേ പറ്റത്തുള്ളൂ. മനസ്സിലായി? വജ്രത്തെ കട്ട് ചെയ്യാനും ഏതുകൊണ്ടേ പറ്റത്തുള്ളൂ? വജ്രം കൊണ്ടേ പറ്റത്തുള്ളൂ. ഓക്കെ. ഇനി നമുക്ക് ഏറ്റവും നല്ല താപചാലകങ്ങൾ ഒന്നാണ് ഏത്? വജ്രം. ഏറ്റവും നല്ല താപചാലകമാണ് ഏത്? വജ്രം. ഓക്കെ. അതിനുള്ള കാരണം എന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ ശക്തമായ സഹസംയോജക ബന്ധനം. എന്താണ്? ശക്തമായ സംയോജക ബന്ധനം. കേട്ടോ? സഹസംയോജക രാസബന്ധനം. അപ്പം നല്ല താപചാലകമാണ് ഏത്? വജ്രം. നല്ല താപചാലകമാണ് ഏത്? വജ്രം. അതിനുള്ള കാരണം എന്താണ് പിള്ളേരെ? ശക്തമായ സഹസംയോജക രാസബന്ധനം. പറ. ശക്തമായ സഹസംയോജക രാസബന്ധനം. ശക്തമായ സംയോജക രാസബന്ധനം. ചെമ്പിനെ അപേക്ഷിച്ച് 5 മടങ്ങോളം ഉയർന്നതാണ് വജ്രത്തിന്റെ താപചാലകത. മനസ്സിലായില്ലേ? അപ്പൊ ചെമ്പിനെക്കാളും എത്ര മടങ്ങാണ്? 5 മടങ്ങ്. 5 മടങ്ങ് ഉയർന്നതാണ് ആരുടെ താപചാലകത? വജ്രത്തിന്റെ താപചാലകത. ഓക്കെ. വജ്രം വൈദ്യുതി കടത്തി വിടുമോ ഇല്ലേ? വൈദ്യുതി കടത്തി വിടില്ല. വജ്രത്തിലുള്ള വൈദ്യുതി കടന്നു പോവോ ഷംന? പോവും. മൂസിൻ എന്താ പറയുന്നേ? ഇല്ല. ഓക്കെ. വിജിഷ എന്താ പറയുന്നേ? പോവും. ആരി എന്താ പറയുന്നേ? പോവും. സുബിൻ എന്താ പറയുന്നേ? ഇല്ലെന്ന് തോന്നുന്നു. അല്ല, യെസ് ഓർ നോ? ഇല്ല. ഓക്കെ. വജ്രത്തിലൂടെ വൈദ്യുതി കടന്നു പോകത്തില്ല. വജ്രത്തിലൂടെ എന്ത് ചെയ്യത്തില്ല? വൈദ്യുതി കടന്നു പോകത്തില്ല. അതിന് കാരണം വജ്രത്തിന്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ല. എന്താണ്? വജ്രത്തിന്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോൺ ഇല്ല. ഓക്കെ. അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ പഠിച്ചത്. നമ്മൾ 2 കാര്യം. ഒന്ന്, വജ്രം നല്ല താപചാലകമാകാൻ കാരണം എന്താണ്? ശക്തമായ സഹസംയോജക രാസബന്ധനം. സഹസംയോജക രാസബന്ധനം. 2, എന്തുകൊണ്ട് വജ്രത്തിലുള്ള വൈദ്യുതി കടന്നു പോകുന്നില്ല എന്ന് പഠിച്ചു. എന്താണ്? വജ്രത്തിന്റെ ക്രിസ്റ്റൽ ഘടനയിൽ എന്തില്ല? സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ല. ഓക്കെ. ബോറോണിന്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം ഏതാണ്? നീല. അതെങ്ങനെയറിയാം? പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ബോറോണിന്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം ഏതാണ് പിള്ളേരെ? നീല നിറമാണ്. ഏതാണ്? നീല നിറം. അപ്പോൾ ബോറോണിന്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറമാണ് നീല. നൈട്രജന്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം ഏതാണ്? ചുവപ്പല്ല. പച്ചയല്ല. മഞ്ഞ. ഏതാണ്? മഞ്ഞ. നൈട്രജന്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറമാണ് ഏത്? മഞ്ഞ. ഈ മഞ്ഞയ്ക്ക് വേറെയും പറയും. പീതം എന്ന് പറയും. പീതം. പീതബിന്ദു അന്തബിന്ദു കേട്ടിട്ടുണ്ടോ? പീതബിന്ദു അന്തബിന്ദു ഏതാ പേര് ബന്ധപ്പെട്ടതാണ്? കണ്ണിൽ ഏറ്റവും കൂടുതൽ കാഴ്ചശക്തി അനുഭവപ്പെടുന്ന ഭാഗത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീതബിന്ദു എന്ന് പറയുന്നത്. കാഴ്ചശക്തി അനുഭവപ്പെടാത്ത ഭാഗത്തെയാണ് അന്തബിന്ദു എന്ന് പറയുന്നത്. അപ്പൊ പീതം എന്ന് വെച്ചാൽ എന്താണ്? മഞ്ഞ. എടാ മൂസിനെ, അരുണം എന്ന് വെച്ചാൽ എന്താണ്? അരുണം ചുമപ്പ്. അരുണം ചുമപ്പാണ്. സുബിനെ, ശ്വേതം എന്ന് വെച്ചാൽ എന്താണ്? വെളുപ്പ്. ഓക്കെ. ഹരിതം എന്ന് വെച്ചാൽ എന്താണ്? പച്ച. ഓക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തിരിക്കുക. പീതം എന്ന് വെച്ചാൽ എന്താണ്? മഞ്ഞ. അതാണ് പിത്തരസം. പിത്തരസത്തിന്റെ നിറം എന്താണ്? മഞ്ഞ. പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്ന ആരാ? കരൾ. എന്നാൽ പിത്തരസം സൂക്ഷിക്കുന്നത് എവിടെയാ? അമ്മൻ ചോദിച്ചോ, നീ പറഞ്ഞേ കുത്തിക്കരുത് കേട്ടോ. എവിടെയാണ് സൂക്ഷിക്കുന്നത് പിത്തരസം? പിത്തരസം ഉൽപ്പാദിപ്പിക്കുന്നത് കരളാണ്. ഓക്കെ. പിത്തരസം സൂക്ഷിക്കുന്നത് എവിടെയാണ്? പിത്താശയത്തിൽ. എവിടെയാണ്? പിത്താശയത്തിൽ. എന്ത് ദഹിക്കാനാണ് പിത്തരസം സഹായിക്കുന്നത്? കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്ന ദഹനരസമാണ് ഏത്? പിത്തരസം. കൊഴുപ്പിന്റെ ദഹനത്തെ സഹായിക്കുന്ന ദഹനരസമാണ് ഏത്? പിത്തരസം. ഓക്കെ. അപ്പോൾ നിങ്ങൾ പഠിച്ചു കൊള്ളാം. അടിപൊളിയായിട്ടുണ്ടെങ്കിൽ. ഓക്കെ. അപ്പോൾ നൈട്രജൻ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറമാണ് ഏത്? മഞ്ഞ. ഏതാണ്? മഞ്ഞ. നമ്മുടെ കണ്ണിന് ഏറ്റവും കുളിർമ കിട്ടുന്ന നിറങ്ങൾ ഏതൊക്കെയാണെന്ന് അറിയാമോ? മഞ്ഞയും പച്ചയുമാണ്. നമ്മൾ കാണുമ്പോഴേ ഏറ്റവും സുഖമുള്ള നിറം ഏതൊക്കെയാണ്? മഞ്ഞയും പച്ചയുമാണ് കണ്ണിന് ഏറ്റവും. അതാണ് നമ്മൾ നോക്കി പച്ചയിലെ കാണുമ്പോൾ നമുക്കൊരു കുളിർമ നമുക്ക് കിട്ടത്തില്ലേ? അത് കാണാം. അതാണ്. അതുപോലെ മഞ്ഞ. ഇവിടെ മഞ്ഞ കാണാൻ എന്തിനുണ്ട്? ഇത് മഞ്ഞയല്ല. ഇത് മഞ്ഞായിട്ട് തോന്നണ നിനക്ക്? ഓക്കെ. ഇവിടെ മഞ്ഞ കാണാനില്ല. അപ്പുറത്ത് SNDP കൊടിയുണ്ട്. അത് മഞ്ഞയാണ്. ശരി. ക്ലിയർ ആണല്ലോ ഇവിടെ? അത് കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള മഞ്ഞയാണ് അല്ലേ? ചാത്തനാ? ചാർട്ട്. ഓക്കെ. ശരി. അപ്പോൾ ഇത്ര മനസ്സിലായി പിള്ളേരെ. അടുത്ത്, വജ്രത്തിൽ ഒരേ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധത്തിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്?
ഓരോ കാർബൺ ആറ്റവും എത്ര കാർബൺ ആറ്റവുമായിട്ട് നാല് കാർബൺ ആറ്റവുമായിട്ട് എന്ത് ചെയ്യും? സഹസംയോജക ബന്ധനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട് പിള്ളേരെ? ഏർപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ വജ്രത്തിലെ ഓരോ കാർബൺ ആറ്റവും എന്താണ്? 4 കാർബൺ ആറ്റത്തോടൊപ്പം എന്ത് ചെയ്തിട്ടുണ്ട്? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഈ പഠിച്ച എത്ര ഒന്നുകൂടെ നോക്കാം. വസ്തുക്കൾ കത്തുമ്പോൾ എന്ത് പുക ഉണ്ടാവൂടാ? കാർബൺ അല്ല, കറുത്ത പുക ഉണ്ടാവും. കറുത്ത പുക ഉണ്ടാവാൻ കാരണമാണ് ഏത്? കാർബൺ എന്ന് പറയുന്നത്. ഒരേ രാസഗുണത്തോടും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളോടും കൂടിയ ഒരു മൂലകത്തിന്റെ തന്നെ വിവിധ രൂപങ്ങൾ അറിയപ്പെടുന്ന പേരാണ് രൂപാന്തരങ്ങൾ. എന്താണ് രൂപാന്തരങ്ങൾ? ഇത് നമ്മൾ എന്ത് പറയുന്ന അറിയാമോ ഇംഗ്ലീഷിൽ? അല്ലോട്രോപ്സ് എന്ന് പറയും. എന്ന് പറയും അല്ലോട്രോപ്സ് എന്ന് പറയും കേട്ടോ. രൂപാന്തരങ്ങളെ പറയുന്ന പേരാണ് അല്ലോട്രോപ്സ്. താങ്കൾ ഒരു ഇംഗ്ലീഷ് വേർഡ് പഠിച്ചിരിക്കുന്നത്. എന്താണ് അല്ലോട്രോപ്സ്? രൂപാന്തരങ്ങൾ. ഓക്കെ, രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് രൂപാന്തരത്വം. എന്താണ് രൂപാന്തരത്വം? കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരങ്ങൾക്ക് ഉദാഹരണമാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ, ഗ്രഫീൻ. ഓക്കെ, അടുത്ത വജ്രം അല്ലെങ്കിൽ ഡയമണ്ട്. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് ഏത്? വജ്രം. പിന്നെ നമ്മൾ എന്ത് മുറിക്കാൻ ഉപയോഗിക്കുന്നു പറഞ്ഞു? ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. ഓക്കെ, വജ്രത്തിന്റെ മികച്ച താപചാലകതയ്ക്ക് കാരണം എന്താണ്? ശക്തമായ സഹസംയോജക രാസബന്ധനം. ചെമ്പിനെ അപേക്ഷിച്ച് എത്ര ഇരട്ടി? 5 ഇരട്ടി താപചാലകത ആർക്കുണ്ട്? വജ്രത്തിനുണ്ട്. വജ്രം വൈദ്യുതി കടത്തിവിടോ? ഇല്ല, വൈദ്യുത ചാലകമല്ല വജ്രം എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? വജ്രത്തിന്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തത് കൊണ്ട്. ബോറോണിന്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം ഏതാണ്? നീലയാണ്. നൈട്രജൻ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം ഏതാണ്? മഞ്ഞയാണ്. വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4 ഇത്ര മനസ്സിലായല്ലോ? ചോദിക്കാമല്ലോ, പറയടാ, പറ. കറുത്ത പുക കാർബൺ. കറുത്ത പുക വരുന്നതിന് കാരണം കാർബൺ. എന്താണ് രൂപാന്തരങ്ങൾ? ഒരേ രാസഗുണവും വ്യത്യസ്ത ഭൗതിക ഗുണങ്ങളുള്ള ഒരേ മൂലകത്തിന്റെ തന്നെ വ്യത്യസ്ത രൂപങ്ങളാണ്. വിവിധ രൂപങ്ങൾ. ഓക്കെ, ഈ രൂപാന്തരം ഉണ്ടാകുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് രൂപാന്തരത്വം. കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരം 4 നമ്പറാ. മാർബിളാ? ഫുള്ളറീൻ. എടാ, വജ്രം, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ, ഫുള്ളറീൻ. കേട്ടോ, ഇങ്ങനെ പഠിച്ചേ. വജ്രം, ഗ്രാഫൈറ്റ്, ഗ്രഫീൻ, ഫുള്ളറീൻ. ഓക്കെ, വജ്രത്തെ കുറിച്ച് പറ. എന്താണ് വജ്രം? കാഠിന്യേറിയ രൂപാന്തരം. എന്തിനാ ഉപയോഗിക്കുന്നേ? ഗ്ലാസ് മുറിക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, അവിടെ പറഞ്ഞേ, ഈ വജ്രത്തിന്റെ മികച്ച താപചാലകതയാണോ? ചെമ്മിനേക്കാൾ എത്ര ഇരട്ടിയുണ്ട്? എന്താ താപചാലകത കൂടാൻ കാരണം? ശക്തമായ സഹസംയോജക രാസബന്ധനം. ശരി, അവിടെ വൈദ്യുതി കടത്തിവിടുവോ? എന്തുകൊണ്ടാണ് കടത്തിവിടാത്തത്? ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്രമായി ഇലക്ട്രോൺ ഇല്ലാത്തത് കൊണ്ട്. ഓക്കെ, ബോറോണിന്റെ സാന്നിധ്യം കൊണ്ട് വജ്രത്തിന് ലഭിക്കുന്ന നിറം നീലയാണ്. നൈട്രജൻ സാന്നിധ്യം കൊണ്ട് ലഭിക്കുന്ന നിറം മഞ്ഞയാണ്. ഓക്കെ, ഇവിടെ വജ്രത്തിലെ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എത്ര കാർബൺ ആറ്റത്തോടാണ്? 4. ഇതൊക്കെ ചോദിക്കും പിള്ളേരെ, സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കും. അപ്പോൾ ഇരുന്ന് ബബ്ബ പഠിച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് അടുത്ത് എന്തിനെക്കുറിച്ച് പഠിക്കാം? ഗ്രാഫൈറ്റിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഏറ്റവും കഠിനമായ രൂപാന്തരം വജ്രമാണെങ്കിൽ, അതായത് കാർബണിൻ്റെ ഏറ്റവും കഠിനമായ രൂപാന്തരം വജ്രമാണെങ്കിൽ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഏത്? ഗ്രാഫൈറ്റ്. മനസ്സിലായി? അപ്പോൾ കാർബണിൻ്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഏത്? ഗ്രാഫൈറ്റ്. നമ്മുടെ പെൻസിലുണ്ടല്ലോ, പെൻസിൽ ഉപയോഗിച്ചില്ലേ നിങ്ങൾ? ഇപ്പോൾ ഉപയോഗിക്കാറുണ്ടോ പെൻസില്? ഇല്ല, നമ്മൾ ആദ്യം ഉപയോഗിച്ചത് പെൻസിലാണ്. പെൻസിൽ നിന്നാണ് നമ്മൾ എന്തിലോട്ട് വന്നത്? പേനയിലോട്ട് വന്നത്. മനസ്സിലായി? നമ്മൾ ആദ്യം നമ്മൾ എഴുതി പഠിക്കാനൊക്കെ ഉപയോഗിച്ച് ഏതാണ്? പെൻസിലാണ്. പെൻസിലും റബ്ബർ കട്ടയും. എന്താണ് റബ്ബർ കട്ടയെന്നല്ല? ഇറേസർ, റബ്ബർ കട്ട, ഇറേസർ, മുനവെട്ടി, നടരാജൻ്റെ പെൻസിൽ. പണ്ട് പെൻസിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? പെൻസിൽ നമ്മളെ കുട്ടിക്കാലത്ത് നമുക്ക് സൂചിപ്പിക്കാം അല്ലേ? കുട്ടിക്കാലത്ത് നമുക്ക് തെറ്റ് പറ്റി തിരുത്താൻ പറ്റും അല്ലേ? ഓക്കെ, ഇപ്പം എന്ത് ചെയ്യണം? തിരുത്താൻ പറ്റുമോ? ഇല്ല, ഇത് മായ്ക്കണ സാധനമുണ്ട്, പേനാശിയൊക്കെ. ശരി, അപ്പോൾ വളരെ പെൻസിൽ ലെഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഏതാണ്? ഗ്രാഫൈറ്റ്. അപ്പോൾ ഓർത്തത്, നമ്മൾ ആ പെൻസിൽ ലെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പിള്ളേർ? അത് കാർബണിന്റെ ഒരു രൂപാന്തരമാണ്. ആ രൂപാന്തരത്തിന്റെ പേരാണ് ഏത്? ഗ്രാഫൈറ്റ്. അതിന് കട്ടി കുറവാണ്. നമ്മളിങ്ങനെ നമ്മൾ കൈ കൊണ്ടൊക്കെ പിടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് എന്ത് ചെയ്യും? ഒടിഞ്ഞു വരും കേട്ടോ, പൊടിഞ്ഞു വരും. ഓക്കെ, ശരി. അടുത്ത ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ് പിള്ളേരെ? ഗ്രാഫൈറ്റ്. ഏതാണ്? ഗ്രാഫൈറ്റ്. ഓക്കെ, ഖരാവസ്ഥയിലുള്ള
സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഏത്? ഗ്രാഫൈറ്റ്. നമ്മൾ ഇന്നാൾ ഏത് പഠിച്ച ഘർഷണം പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ? ആ സ്നേഹകമായി എന്ത് ഉപയോഗിക്കുന്നുണ്ട്? ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഖരാവസ്ഥയിലുള്ള സ്നേഹം എന്ന് വെച്ചാൽ ലൂബ്രിക്കന്റ്. നമ്മളിപ്പോൾ എണ്ണ ഒരു ലൂബ്രിക്കൻ്റ് ആണ് അല്ലേ? ഓക്കെ. അപ്പോൾ അതുപോലെ ഈ ഈ ഫോമിലുള്ള സോളിഡ് ഫോമിലുള്ള ഒരു സ്നേഹം ഒരു ലൂബ്രിക്കൻ്റ് ആണ് ഏത്? ഗ്രാഫൈറ്റ്. അതുപോലെ ഗ്രാഫൈറ്റ്. അപ്പോൾ ഡ്രൈ സെല്ല് ഇലക്ട്രോണുകൾ നിർമ്മിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ 4 പോയിന്റ് ഗ്രാഫൈറ്റിനെ കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തെ പോയിന്റ് എന്താ? കാർബണിന്റെ ഏറ്റവും മൃദുവായ രൂപാന്തരമാണ് ഏത്? ഗ്രാഫൈറ്റ്. രണ്ടാമത്തെ പോയിന്റ് പെൻസിലിട്ട് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാഫൈറ്റ് കൊണ്ടാണ്. മൂന്നാമത്തെ പോയിന്റ് ഡ്രൈ സെൽ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗ്രാഫൈറ്റ്. നാലാമത്തെ പോയിന്റ് ഖരാവസ്ഥയുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്നത് എന്താണ്? വളരെ ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും സമസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4 ആയത് വജ്രം അല്ലെങ്കിൽ എറിഞ്ഞ് കിടത്തും കേട്ടാ. 2 അല്ല. അപ്പൊ അത് വെച്ച് 4 പറഞ്ഞ് 2 പറഞ്ഞ് 1 പറഞ്ഞ് ആൻസർ മാത്രം നീയൊക്കെ പറഞ്ഞില്ല. അതാണ് നിന്റെയൊക്കെ അവസ്ഥ. 3 ഏതാണ്? 3 ആണ് ആൻസർ. 3. ഓക്കെ ശരി. അപ്പൊ ഗ്രാഫൈറ്റിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എത്രമായിട്ടാണ്ടാ? 3. അപ്പൊ വജ്രാകുമ്പോ എത്ര? വജ്രം പറ. വജ്രാകുമ്പോ 4 എണ്ണത്തിൽ 4 എണ്ണത്തോടെ എന്ത് ചെയ്യും? ഒരു കാർബൺ ആറ്റം 4 കാർബൺ ആറ്റത്തോടെ എന്ത് ചെയ്യും? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കും. ഈ ഗ്രാഫൈറ്റ് ആകുമ്പോൾ ഒരു കാർബൺ ആറ്റം എത്ര എണ്ണത്തില്? 3 എണ്ണത്തിനോടൊപ്പം എന്ത് ചെയ്യും പിള്ളേരെ? സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കും. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ. ഇതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ്. 1-2 തവണ പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാർബൺ ആറ്റങ്ങൾ പാളികളായി ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്ന തരത്തിലുള്ള ഘടനയുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഏത്? ഗ്രാഫൈറ്റ്. മനസ്സിലായില്ല? അത് കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ ഒന്നിന് മുകളിൽ ഒന്നായിട്ട് എന്ത് ചെയ്യും? അടുക്കി വെച്ചിരിക്കും കേട്ടോ. ഇങ്ങനെ അടുക്കി പോകണ്ട. ഓക്കെ. ഈ അടുക്കി വെച്ചിരിക്കുന്ന ഒരു ഘടനയുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഏത്? ഗ്രാഫൈറ്റ്. ഏതാണ്? ഗ്രാഫൈറ്റ്. ഓക്കെ. ഗ്രാഫൈറ്റിന് ആ പേര് വരാൻ കാരണമായ പദമാണ് ഏത്? ഗ്രാഫീൻ. ഏതാണ്? ഗ്രാഫീൻ കേട്ടോ. അപ്പൊ ഗ്രാഫൈറ്റിന് ആ പേര് വരാൻ കാരണമായ പദമാണ് ഏത്? ഗ്രാഫീൻ. ഈ ഗ്രാഫീൻ എന്ന വാക്കിനർത്ഥം എന്താണ്? പെൻസിലായിട്ട് ബന്ധപ്പെട്ട് ആലോചിച്ച് നോക്കും നിങ്ങൾ. ഗ്രാഫീൻ എന്ന വാക്കിനർത്ഥം എന്താണ്? മുനയുള്ളത്. മുന ഇല്ല. നമ്മൾ മുന ഉണ്ടാക്കിയല്ലേ ചെയ്യണത്? അല്ല, ഓൾറെഡി മുന ഉണ്ടായിന് ഇല്ല. പെൻസിൽ എന്തിനാ ഉപയോഗിക്കുന്നത്? എഴുതാൻ. അപ്പൊ എന്താ? പറ. എഴുതാൻ കഴിയുന്നത്. എന്താണ് പിള്ളേരെ? എഴുതാൻ കഴിയുന്നത് കേട്ടോ. എഴുതാൻ കഴിയുന്നത്. അപ്പൊ ഗ്രാഫീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് പിള്ളേരെ? ഗ്രാഫീൻ എന്ന വാക്കിന്റെ അർത്ഥം എഴുതാൻ കഴിയുന്നത് കേട്ടോ. ഓക്കെ. ഇനി അടുത്ത് ശ്രദ്ധിച്ച് കേട്ടോണേ. ഞാൻ പറഞ്ഞു ഗ്രാഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ ആറ്റങ്ങൾ ഇങ്ങനെ പാളികളെ അടുക്കി വെച്ചതല്ലേ? ഈ ഗ്രാഫൈറ്റിന്റെ പാളികൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു ഭൗതിക ബലം അതൊന്ന് പഠിച്ചു വെച്ചോണേ പിള്ളേരെ. ആ ബലത്തിന്റെ പേരാണ് വാണ്ടർ വാൾസ് ബലം. എന്താണ്? വാണ്ടർ വാൾസ് ബലം. എന്താണ്? വാണ്ടർ വാൾസ് ബലം. ഓക്കെ. ഇനി ഗ്രാഫൈറ്റ് ആറ്റത്തിന്റെ പാളികൾക്ക് തെന്നി മാറാൻ കഴിയുന്നതിന് കാരണം എന്താണ്? ഗ്രാഫൈറ്റ് ആറ്റത്തിന്റെ പാളികൾക്ക് തെന്നി മാറാൻ കഴിയുന്നതിന് കാരണം എന്താണ്ടാ? എടീ, നിങ്ങൾക്ക് ഈ വാണ്ടർ വാൾസ് ബലം മനസ്സിലായ? ഈ വാണ്ടർ വാൾസ് ബലം എന്ന് ഇതിന്റെ ഈ പാളികൾക്കിടയിലുള്ള ബലമാണ്. ആ ബലം ദുർബലമായി കഴിഞ്ഞാൽ തെന്നി മാറത്തില്ലേടാ? അപ്പൊ ദുർബലമായ വാണ്ടർ വാൾസ് ബലം. ഏതാണ്? ദുർബലമായ വാണ്ടർ വാൾസ് ബലം. ആ ബലം ശക്തമായി കഴിഞ്ഞാൽ തെന്നി മാറത്തില്ല. അപ്പൊ വാണ്ടർ വാൾസ് ബലം കൂടുകയാണെങ്കിൽ പാളികൾ എന്ത് ചെയ്യത്തില്ല? തെന്നി മാറത്തില്ല. വാണ്ടർ വാൾസ് ബലം കുറയുകയാണെങ്കിൽ പാളികൾ എന്ത് ചെയ്യും? തെന്നി മാറും. ഓക്കെ ശരി. ഇനി അടുത്ത് കാർബണിന്റെ അമോർഫസ് രൂപാന്തരങ്ങൾക്ക് ഉദാഹരണം കേട്ടോ. അമോർഫസ് രൂപാന്തരങ്ങൾക്ക് ഉദാഹരണമാണ് കോക്ക്. എന്താണ്? കോക്ക് കേട്ടോ. കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി. എന്തൊക്കെയാണ്? കോക്ക്, കൽക്കരി, മരക്കിഴങ്ങ. എന്താടാ? കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി. അപ്പൊ പറ, കാർബണിന്റെ അമോർഫസ് രൂപാന്തരങ്ങൾക്ക് ഉദാഹരണമാണ് ഏതൊക്കെ? കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി കേട്ടോ. എല്ലുകരി. ഇതെല്ലാം എന്തിനു ഉദാഹരണമുണ്ടാ? അമോർഫസ്. അപ്പൊ കാർബണിന്റെ അമോർഫസ് രൂപാന്തരങ്ങൾക്ക് ഉദാഹരണമാണ് കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി. ഓക്കെ. ഇത്രയും മനസ്സിലായ? ക്ലിയർ ആണല്ലോ? ശരി. അപ്പൊ ഇത്രയും ഗ്രാഫൈറ്റ് ചോദിക്കാമല്ലോ. ഗ്രാഫൈറ്റ് ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് പറഞ്ഞുതരാം. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരം. ഓക്കെ. പെൻസിലിട്ട് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്ടാ? ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഖരാവസ്ഥയിലെ സ്നേഹകമായി ഉപയോഗിക്കുന്നു. ഗ്രാഫൈറ്റിലെ കാർബൺ ആറ്റങ്ങളുടെ സഹസംയോജകം എത്ര ആറ്റങ്ങളായിട്ടാണ്? 3 എണ്ണമായിട്ടാണ്. കാർബൺ ആറ്റങ്ങൾ എങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നു? പാളികളായി ഒന്നിന് മുകളിൽ ഒന്നായിട്ട് അടുക്കി വെച്ചിരിക്കുന്ന രൂപാന്തരമാണ് ഏതിനുള്ളത്? ഗ്രാഫൈറ്റിനുള്ളത്. ഗ്രാഫൈൻ ആ പേര് വരാൻ കാരണമായ പദമാണ് ഗ്രാഫീൻ. എന്താണ്? ഗ്രാഫീൻ. ഗ്രാഫീൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? എഴുതാൻ കഴിയുന്നത്
കഴിയുന്നത്. എന്താണ് എഴുതാൻ കഴിയുന്നത്? ഗ്രാഫൈറ്റിന്റെ പാളികൾക്കിടയിൽ നിലനിൽക്കുന്ന ഭൗതിക ബലം ഏതാണ് പിള്ളേരെ? വാണ്ടർ വാൾസ് ബലം. വാണ്ടർ വാൾസ് ബലം കുറയുമ്പോൾ ഈ പാളികൾ എന്ത് ചെയ്യും? തെന്നി നീങ്ങാനുള്ള ശേഷി കൂടും. ഓക്കെ, കാർബണിന്റെ അമോർഫസ് രൂപാന്തരങ്ങളാണ് കൽക്കരി, കോക്ക്, മരക്കരി, എല്ലുകരി. ഓക്കെ, മനസ്സിലായല്ലോ പിള്ളേരെ? ഓക്കെ, അപ്പോൾ അത് ഞാൻ ചോദിക്കട്ടെ. ശരി, ചോദിക്കട്ടെ. പറയടാ, കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാ? ഗ്രാഫൈറ്റ്. പോയിന്റ് അത് പറഞ്ഞാണ്. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. അടുത്ത പോയിന്റ് പറഞ്ഞാണ്. പെൻസിലിന്റെ ലിഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. ഓക്കെ, അടുത്ത് റൈസർ ഇലക്ട്രോഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്ത പോയിന്റ് പറ. എഴുതി വെച്ചിരിക്കുന്നത് വായിക്കാൻ പറ്റില്ലടാ നിനക്ക്. എടാ, ലൂബ്രിക്കൻ്റ് ആണ് സ്നേഹം. നമ്മൾ ഈ സൈക്കിളിലെ ചെയിനിൽ ഗ്രീസ് അടിക്കത്തില്ലേ, അത് ലൂബ്രിക്കൻ്റ് ആണ്. ഈ മെഷീനിലൊക്കെ നമ്മൾ എണ്ണ ഇടത്തില്ലേ, അതും എന്താണ്? ഒരു ലൂബ്രിക്കൻ്റ് ആണ്. മനസ്സിലായി? അപ്പോൾ അതുപോലെ കരാവസ്ഥയുള്ള ലൂബ്രിക്കൻ്റ് ആണ് ഏത്? ഗ്രാഫൈറ്റ്. ഏതാണ്? ഗ്രാഫൈറ്റ്. ഓക്കെ, സോ പിന്നെ ഗ്രാഫൈറ്റിൽ ഓരോ ആറ്റവും സഹസംയോജക ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എത്ര ആറ്റം കൊടുത്താണ്? 3. വജ്രമാകുമ്പോൾ എത്രയാണ്? 4. ഓക്കെ, ശരി. ഇതിൻ്റെ ഈ രൂപാന്തരം എങ്ങനെയാണ്? കാർബൺ ആറ്റങ്ങൾ എങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്? ഇവിടെ ചോദിച്ചായിരുന്ന അവിടെ പറ. പാളികളായി അടുക്കി വെച്ചു. അപ്പോൾ കാർബൺ ആറ്റങ്ങൾ പാളികളായി ഒന്നിന് മുകളിൽ ഒന്നായി അടുക്കി വെച്ചിരിക്കുന്നു. ഗ്രാഫൈറ്റിന് ആ പേര് വരാൻ കാരണമായ പദം ഏതാണ്? ഗ്രഫീൻ. ഗ്രഫീൻ എന്ന വാക്കിന് അർത്ഥം എന്താടേ? എഴുതാൻ കഴിയുന്നത്. ഗ്രാഫൈറ്റിന്റെ പാളികൾക്കിടയിൽ നിലനിൽക്കുന്ന ഭൗതിക ബലത്തിന് പേര്? വാണ്ടർ വാൾസ് ബലം കുറയുമ്പോൾ എന്ത് ചെയ്യും? ഗ്രാഫൈറ്റിലെ ആറ്റത്തിലെ പാളികൾ തെന്നി നീങ്ങും. ഗ്രാഫൈറ്റ് ആറ്റത്തിലെ പാളികൾ എന്ത് ചെയ്യും? തെന്നി നീങ്ങും. ഓക്കെ, എടാ, കാർബണിന്റെ അമോർഫസ് രൂപാന്തരങ്ങൾ പറ. കോക്ക്, കൽക്കരി, മരക്കരി, എല്ലുകരി. ഓക്കെ, ശരി. ഒന്ന് പോസിറ്റേ. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫുള്ളറീനെ കുറിച്ചാണ്. ആരെ കുറിച്ചാണ്? ഫുള്ളറീൻ. കേട്ടോ, പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഏത്? ഫുള്ളറീൻ. ഏതാണ്? ഫുള്ളറീൻ. അപ്പോൾ എന്തൊക്കെ ഉണ്ടടാ? പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയിലുമുള്ള. കേട്ടോ, പഞ്ചമെന്ന് വെച്ചാൽ എന്താണ്ടാ? 5. ഷഡ്ഭുജം എന്ന് വെച്ചാൽ എന്താണ്? 6 വർഷം. 5 വർഷങ്ങളുള്ളതിന് നമ്മൾ എന്ത് പറയണത്? പഞ്ചമെന്നുണ്ട്. 4 വർഷമാണെങ്കിൽ ചതുർഭുജം. ഓക്കെ, 3 വർഷമാണെങ്കിൽ ത്രികോണം. 2 വർഷമാണെങ്കിൽ അങ്ങനെ ഭുജം ഇല്ലേ? 2 വർഷമാണെങ്കിൽ ലംബം. 1 വർഷമാണെങ്കിൽ എത്ര പറയണം. അവിടെ പഞ്ചഭുജം എന്ന് പറഞ്ഞാൽ എന്താണ്ടാ? ത്രികോണം എന്ന് പറഞ്ഞാൽ 3 വർഷം, ചതുർഭുജം എന്ന് വെച്ചാൽ 4 വർഷം, ചതുരം എന്ന് വെച്ചാൽ 4 വർഷം, പഞ്ചഭുജം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 വർഷം, ഷഡ്ഭുജം എന്ന് വെച്ച് കഴിഞ്ഞാൽ 6 വർഷം, സത്ഭുജം എന്ന് വെച്ചാൽ അടുത്ത് 8 ആണെങ്കിൽ അഷ്ടഭുജം, 9 ആണെങ്കിൽ നവഭുജം, 10 ആകുമ്പോൾ ദശഭുജം, ദശമൂലം. എന്തോ അങ്ങ് പോയാണ്. ഓക്കെ, അപ്പോൾ പിള്ളേ പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഏത്? ഫുള്ളറീൻ. ഏതാണ് പിള്ളേരെ? ഫുള്ളറീൻ. ഓക്കെ, ഫുള്ളറീൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബക്കി ബോൾസ്. എന്താണ്? ബക്കി ബോൾസ്. അപ്പോൾ ബക്കി ബോൾസ് എന്നറിയപ്പെടുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാ പിള്ളേരെ? ഫുള്ളറീൻ. ഓക്കെ, ഇനി കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്ന രൂപാന്തരമാണ് ഏത്? കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്ന രൂപാന്തരമാണ് ഏത് പിള്ളേരെ? ഫുള്ളറീനുകൾ. ഏതാണ്? ഫുള്ളറീനുകൾ. ഏതാണ്? ഫുള്ളറീനുകൾ. സാധാ ഫുള്ളറീൻ അല്ല, സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീൻ. കേട്ടോ, ഏതാണ്? സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീൻ. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റായിട്ട് പറഞ്ഞേ. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഫുള്ളറീൻ. ഫുള്ളറീൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബക്കി ബോൾസ്. എന്താണ് വളരെ? ബക്കി ബോൾസ്. കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്ന രൂപാന്തരം ഏതാണ്? സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനാണ്. ഏതാണ് പിള്ളേരെ? സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനാണ്. ഈ സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീൻ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ബക്കി ട്യൂബ്സ്. എന്താണ്? ബക്കി ട്യൂബ്സ്. മനസ്സിലായോ? അപ്പോൾ ബക്കി ബോൾസ് എന്ന് പറഞ്ഞാൽ സാധാ ഫുള്ളറീൻ, ഗോളാകൃതിയിലുള്ള ഫുള്ളറീൻ. എന്നാൽ സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനെ പറയുന്ന പേരാണ് ബക്കി ട്യൂബ്സ്. എന്താണ്? ബക്കി ട്യൂബ്സ്. അപ്പോൾ ബക്കി ബോൾസും ബക്കി ട്യൂബ്സും മനസ്സിലായല്ലോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഫുള്ളറീനെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട്. ഓക്കെ, ക്ലിയർ ആണ്. അടുത്ത നമുക്ക് പഠിക്കേണ്ട ഇതിനെക്കുറിച്ചാണ് ഗ്രാഫീൻ. എന്താണ്? ഗ്രാഫീൻ. ഓക്കെ, ഗ്രാഫീൻ. എന്താണ്? ഗ്രഫീൻ. ഓക്കെ, ഗ്രഫീൻ.
കേട്ടോ കുറിച്ച് പഠിക്കാൻ ഗ്രഫീനെ കുറിച്ച് പഠിക്കാൻ പോണത്. ഷഡ്ഭുജ ആകൃതിയിലുള്ള എന്താണ് പിള്ളേരെ? ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളികളാണ് ഏത്? ഗ്രഫീൻ. ഏതാണ്? ഗ്രഫീൻ. അപ്പോൾ ഏത് ആകൃതിയിലുള്ള പിള്ളേരെ? ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ. നമ്മുടെ ഇതിൽ ഫുള്ളറിനിൽ എങ്ങനെയാണ്? പഞ്ചഭുജവും ഷഡ്ഭുജവും ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്നതാണ് ഏത്? ഫുള്ളറിൻ. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ. ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളികളാണ് ഏത്? ഗ്രഫീൻ. ഏതാണ്? ഗ്രഫീൻ. ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് എന്ത്? ഒരു ഗ്രഫീൻ. കേട്ടാ, നമ്മൾ ഗ്രാഫൈറ്റ് പാളികളിരിക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പാളിക്ക്, ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രഫീൻ. മനസ്സിലായ? ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രഫീന്. ഗ്രാഫൈറ്റ്, ഫുള്ളറീൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഏത്? ഗ്രഫീൻ. മനസ്സിലായില്ലേ? അതായത് ഇതിൻ്റെയൊക്കെ ബേസ്, ഇതിൻ്റെയൊക്കെ നമ്മൾ പറഞ്ഞില്ല, ഗ്രാഫൈറ്റിന്റെ ഒരു പാളിയാണ് ഏത്? ഗ്രഫീൻ. ഒരു പാളിയാണ് ഗ്രഫീൻ. ഓക്കെ, അപ്പോൾ കുറേ ഗ്രഫീൻ പാളികൾ ചേർന്നതാണ് ഏത്? ഗ്രാഫൈറ്റ്. മനസ്സിലായി? അപ്പോൾ അതുപോലെ ഗ്രാഫൈറ്റിന്റെയും ഫുള്ളറിന്റെയും അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഗ്രഫീനാണ്. ഏതാണ്ടാ? ഗ്രഫീനാണ് കേട്ടോ, ഗ്രഫീൻ. ഓക്കെ, അടുത്ത് സ്റ്റീലിനേക്കാൾ ഏകദേശം, ഇത് ചോദിച്ചതാണേ, സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ രൂപാന്തരം. ഇത് ചോദിച്ച ചോദ്യമാണ്, ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. സ്റ്റീലിനേക്കാൾ എത്ര മടങ്ങ്? 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഏത് പിള്ളേരെ? ഗ്രഫീന്. ഏതാണ്? ഗ്രഫീന്. മനസ്സിലായല്ലോ? അപ്പോൾ എന്തിനേക്കാളും? സ്റ്റീലിനേക്കാളും എത്ര? 200 മടങ്ങ് ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഏത്? ഗ്രഫീൻ. ശമ്പളയ്ക്ക് മനസ്സിലായ? ഓക്കെ, അപ്പോൾ നമുക്ക് ഫുള്ളറീനും ഗ്രഫീനും ഒന്ന് പറഞ്ഞു നോക്കിയാലോ. ഫുള്ളറീൻ പറഞ്ഞേ. പഞ്ചഭുജ ആകൃതിയിലുള്ളതും ഷഡ്ഭുജ ആകൃതിയിലുള്ളതുമായ പറയട്ടെ വലയങ്ങൾ ചേർന്ന പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഏത്? ഫുള്ളറിൻ. ഈ ഫുള്ളറിൻ നമ്മൾ എന്തെന്ന് പറയും? ബക്കി ബോൾസ് എന്ന് പറയും. എന്താ പറയുക നമ്മളെ? ബക്കി ബോൾസ് എന്ന് പറയും. കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറീനാണ്. അതിനെ നമ്മൾ എന്തെന്ന് പറയും? ബക്കി ട്യൂബ്സ് എന്ന് പറയും. അടുത്ത നമ്മൾ ഗ്രഫീനെ കുറിച്ച് പറഞ്ഞു. എന്താകൃതിയിലുള്ള? ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്നതാണ് ഏത്? ഗ്രഫീൻ. ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രഫീന്. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ആണ് ഏത് പിള്ളേരെ? ഗ്രഫീന്. സ്റ്റീലിനേക്കാൾ എത്ര ഇരട്ടി? സ്റ്റീലിനേക്കാൾ 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഏത്? ഗ്രഫീൻ. ഓക്കെ, മനസ്സിലായല്ലോ? ഇത്രയും സെറ്റ് അല്ലേടാ? ഓക്കെ, അപ്പോൾ ചോദിക്കാമല്ലോ. ശരി, ഇത്രയാണ് നിങ്ങൾ, ഉത്തരം ഞാൻ പറയും, നിങ്ങൾ ചോദ്യം പറയണം കേട്ടോ. ഫുള്ളറിന്റെ ആദ്യ ചോദ്യം പറയടാ. പഞ്ചഭുജാകൃതിയും ഷഡ്ഭുജാകൃതിയുമുള്ള കാർബണിന്റെ പൊള്ളയായ ഗോളാകൃതിയുടെ രൂപാന്തരമാണ്. കാർബണിന്റെ വലയങ്ങൾ ചേർന്ന ഷഡ്ഭുജ ആകൃതിയിലുള്ളതും പഞ്ചഭുജ ആകൃതിയിലുമുള്ള വലയങ്ങൾ ചേർന്ന കാർബണിന്റെ പൊള്ളയായ രൂപാന്തരമാണ് ഏത്? ഗോളീയ രൂപത്തിലുള്ള പൊള്ളയായ രൂപാന്തരമാണ് ഏത്? ഫുള്ളറിൻ. ഓക്കെ, ഫുള്ളറിൻ അറിയപ്പെടുന്ന മറ്റൊരു പേര് ബക്കി ബോൾസ്. ഓക്കെ, കാർബൺ നാനോ ട്യൂബായിട്ട് ഉപയോഗിക്കുന്നത് സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനാണ്. എടാ, ഈ സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനെ പറയുന്ന പേരെന്താണ്? ബക്കി ട്യൂബ്സ്. ഓക്കെ, സുമിനെ, എന്താണ് ഗ്രഫീൻ? ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന ദ്വിമാന പാളികളാണ് എന്ത്? ഗ്രഫീൻ. ഓക്കെ, എന്തിന് സമാനമാണത് ഷംന? ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ്. ഓക്കെ, എന്തിൻ്റെയൊക്കെ അടിസ്ഥാന യൂണിറ്റാണ് ഗ്രഫീൻ? ഗ്രാഫൈറ്റിന്റെയും ഫുള്ളറിന്റെയും അടിസ്ഥാന യൂണിറ്റ്. സ്റ്റീലിനേക്കാളും എത്ര ഇരട്ടി? ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഏത് പിള്ളേരെ? ഗ്രഫീൻ. ഏതാണ്? ഗ്രഫീൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് പഠിക്കുന്നത് എന്തിനെ കുറിച്ച് അറിയാവോ? കാർബൺ ഡൈ ഓക്സൈഡിനെ കുറിച്ചാണ്. എന്താണ് പിള്ളേരെ? കാർബൺ ഡൈ ഓക്സൈഡ്. കേട്ടോ, ഓക്കെ, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നുള്ള നല്ല എളുപ്പമുള്ള പോയിന്റ്, പെട്ടെന്ന് പഠിച്ചു പോകാൻ പറ്റും കേട്ടോ. നമ്മൾ അന്തരീക്ഷ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് വർദ്ധിക്കുന്നത് മൂലം അന്തരീക്ഷ താപനില ഉയരുന്ന പ്രതിഭാസം എന്താണ്? ആഗോളതാപനം. പറഞ്ഞുതരാം. ഓക്കെ, ഹരിതാലയ പ്രഭാവം. എന്താണ് വളരെ? ഹരിതാലയ പ്രഭാവം. നമ്മളതിനെ ഇംഗ്ലീഷിൽ എന്ത് പറയും? ഹരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രീന്, ആലയം എന്ന് വെച്ചാൽ എന്താണ്? ഹൗസ്. ഓക്കെ, പ്രതിഭാസം അല്ലെങ്കിൽ പ്രഭാവം എന്ന് വെച്ചാൽ എന്താണ്? ഫാമിങ്. ഗ്രീൻ ഹൗസ് ഫാമിങ്. പാല് വെച്ചാടാ പിള്ളേരെ, അതിന്റെ പേര് എഫക്റ്റ്. എന്താണ് എഫക്റ്റ്? ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങൾ? വേറെ ഒന്നുമില്ല. നമ്മുടെ അന്തരീക്ഷത്തിൽ ആരുണ്ടടാ?
കാർബൺ ഡയോക്സൈഡ് ഉണ്ട്. അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ട്. ആ അന്തരീക്ഷത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഗ്രീൻ ഹൗസ് എഫക്റ്റ്. ഇനി ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് മൂലം ഭൂമിയുടെയും അന്തരീക്ഷത്തിൻ്റെയും ശരാശരി താപനില ഉയരുന്ന പ്രതിഭാസമാണ് ഏത്? ആഗോള താപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. രണ്ടും രണ്ടാണ്, മനസ്സിലായില്ലേ? അതായത് അന്തരീക്ഷ വായുവിൽ വളരെ അന്തരീക്ഷ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്നതിനെ പറയുന്ന പേരാണ് ഹരിതാലയ പ്രവാഹം. എന്താണ് വളരെ? ഹരിതാലയ പ്രവാഹം. നമ്മൾ ഹരിതഗൃഹ പ്രവാഹം എന്നും പറയും, ഹരിതഗൃഹ പ്രവാഹം കേട്ടാ. അതായത് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്? ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് പ്രകാരം അല്ലെങ്കിൽ ഹരിതഗൃഹ പ്രവാഹം മൂലം എന്ത് സംഭവിക്കും? അന്തരീക്ഷത്തിൻ്റെയും ഭൂമിയുടെയും താപനില കൂടും. അന്തരീക്ഷത്തിൻ്റെയും ഭൂമിയുടെയും താപനില കൂടും. ആ പ്രതിഭാസം അറിയപ്പെടുന്ന പേരാണ് എന്ത്? ആഗോളതാപനം. എന്താണ് വളരെ? ആഗോളതാപനം, അല്ലെങ്കിൽ അത് ഇംഗ്ലീഷ് എന്ന് പറയും പോലെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയും, ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ. ഇനി കാർബൺ ഡൈ ഓക്സൈഡിന്റെ കരരൂപം അറിയപ്പെടുന്ന പേരെന്താ? കാർബൺ ഡൈ ഓക്സൈഡ് വാതകമല്ലേടാ? കാർബൺ ഡൈ ഓക്സൈഡ് വാതകമാണ്. അതിന്റെ കരരൂപം അങ്ങനെ പറഞ്ഞ പേരെന്താ? ആർക്കും പറയാൻ പറ്റുമോ? നിങ്ങൾക്ക് അറിയാം. അതിൻ്റെ പേരാണ് ഡ്രൈ ഐസ്. എന്താണ് വളരെ? ഡ്രൈ ഐസ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കരരൂപം അറിയപ്പെടുന്ന പേരെന്താണ്? ഡ്രൈ ഐസ്. എന്താണ്? ഡ്രൈ ഐസ്. ഓക്കെ. ശീതീകാരിയായും സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാനും ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ കരരൂപമാണ് ഏത്? ഡ്രൈ ഐസ്. അതായത് നമ്മളെ സാധനങ്ങൾ തണുപ്പിക്കാനും പിന്നെ സ്റ്റേജ് ഷോയിൽ സ്റ്റേജിൽ ഡാൻസിനിടെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പുക പോലെ ഇങ്ങനെ പൊങ്ങി കണ്ടിട്ടില്ലേ? അപ്പോൾ അതിന് വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് ഏത് പിള്ളേരെ? ഡ്രൈ ഐസ്. മനസ്സിലായി? അപ്പോൾ എന്തിന് ഡ്രൈ ഐസ് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ശീതീകാരിയായും ഉപയോഗിക്കുന്നു. അതുപോലെ എന്താണ്? സ്റ്റേജ് ഷോകളിൽ എന്ത് നിർമ്മിക്കാൻ? മേഘ സമാനമായ ദൃശ്യങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് ഏതാണ്? ഡ്രൈ ഐസ്. ഏതാണ്? ഡ്രൈ ഐസ്. ഏതാണ്? ഡ്രൈ ഐസ്. ഓക്കെ. അടുത്ത ശ്രദ്ധിച്ചിട്ടാണ് ഇമ്പോർട്ടൻറ്റ് ചോദ്യമാണ്. ഫയർ എക്സ്റ്റിങ്വിഷറിൽ എന്താണ്? ഫയർ എക്സ്റ്റിങ്വിഷറിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തു ഏതാണ്? ചോദ്യമാണ്. അല്ല, ABC ഡ്രൈ പൗഡർ. എന്താണ് ABC ഡ്രൈ പൗഡർ? ഫയർ എക്സ്റ്റിങ്വിഷർ എന്തെന്ന് മനസ്സിലായ? എന്താണ് ഫയർ എക്സ്റ്റിങ്വിഷർ? ഈ സൗണ്ട് ഒരു ചുവന്ന കളറിലൊരു സാധനം ഇങ്ങനെ ഇരിക്കും. നമ്മളത് മറ്റേ പെട്രോൾ പമ്പിലൊക്കെ പോകുമ്പോൾ കാണാൻ പറ്റും. അതിൽ ഓഫീസിലൊക്കെ കാണും. ഹോട്ടൽ. ഓക്കെ. ഹോട്ടൽ എന്ന് പറയല്ലേ മോനെ? ഓക്കെ, ഹോട്ടൽ. ഓക്കെ. അത് നമ്മൾ എടുത്ത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ അടിക്കും കേട്ടോ. ആ സാധനത്തിൻ്റെ ഫയർ എക്സ്റ്റിങ്ഷർ. അപ്പോൾ അതിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുവിൻ്റെ പേരാണ് ABC ഡ്രൈ പൗഡർ. ഇത് ചോദിക്കും, തെറ്റിപ്പോകരുത്. ABC ഡ്രൈ പൗഡർ. എന്താണ് പിള്ളേരെ? ABC ഡ്രൈ പൗഡർ. ഓക്കെ. മോണോ അമോണിയം ഫോസ്ഫേറ്റിൻ്റെയും അമോണിയം സൾഫേറ്റിൻ്റെയും മിശ്രിതമാണ് ABC ഡ്രൈ പൗഡർ. അപ്പോൾ എന്തിൻ്റെയൊക്കെയാണ്ട? മോണോ അമോണിയം ഫോസ്ഫേറ്റ്. പറ. മോണോ അമോണിയം ഫോസ്ഫേറ്റിൻ്റെയും അമോണിയം സൾഫേറ്റിൻ്റെയും മിശ്രിതമാണ് എന്ത്? ABC ഡ്രൈ പൗഡർ. ABC ഡ്രൈ പൗഡർ. ഓക്കെ. എന്തിൻ്റെയൊക്കെയാണ് പറഞ്ഞേ? മോണോ അമോണിയം ഫോസ്ഫേറ്റിൻ്റെയും അമോണിയം സൾഫേറ്റിൻ്റെയും മിശ്രിതമാണ് എന്ത്? ABC ഡ്രൈ പൗഡർ. ABC ഡ്രൈ പൗഡർ. എടാ മനസ്സിലായി? ABC ഡ്രൈ പൗഡർ. ഓക്കെ. അടുത്ത് കാർബൺ വളരെ അധികം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതെന്നറിയാമോ? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ വളരെ അധികം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഏത് പിള്ളേരെ? കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമുക്ക് നോക്കാമല്ലോ. ശരി. അപ്പോൾ ആദ്യം പറയാം, എന്താണ് ഹരിതാലയ പ്രവാഹം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ്? അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്ന പ്രതിഭാസമാണ് ഏത്? ഹരിതഗൃഹ പ്രവാഹം അല്ലെങ്കിൽ ഹരിതാലയ പ്രവാഹം അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ്. അപ്പോൾ എന്താണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്? ഈ ഹരിതഗൃഹ പ്രവാഹം കാരണം അന്തരീക്ഷത്തിലെ ഭൂമിയിലെ ഹരിതഗൃഹ പ്രവാഹം കാരണം അന്തരീക്ഷത്തിലും ഭൂമിയിലും താപനില ഉയരുന്നതിനെ പറയുന്ന പേരാണ് ആഗോളതാപനം അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ്. അപ്പോൾ നമ്മൾ ചോദിക്കും, ഗ്ലോബൽ വാർമിങ്ങിന് കാരണമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. അടുത്ത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപം. ഈ ഡ്രൈ ഐസ് എന്തിനൊക്കെ ഉപയോഗിക്കും? ശീതീകരിച്ച് ഉപയോഗിക്കും. സ്റ്റേജ് ഷോകളിൽ മേഘസമാനമായ രൂപങ്ങൾ സൃഷ്ടിക്കാനും ഉപയോഗിക്കും. ഓക്കെ. ഫയർ എക്സ്റ്റിങ്വിഷറിൽ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തു ABC ഡ്രൈ പൗഡർ എന്തൊക്കെ മിശ്രിതമാണ്? മോണോ അമോണിയം ഫോസ്ഫേറ്റിന്റെയും അമോണിയം സൾഫേറ്റിന്റെയും മിശ്രിതമാണ് എന്ത്? ABC ഡ്രൈ പൗഡർ. ABC ഡ്രൈ പൗഡർ. ഓക്കെ. കാർബൺ വളരെ അധികം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ് വളരെ? കാർബൺ ഡൈ ഓക്സൈഡ്. ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. ശരി. അടുത്ത ശ്രദ്ധിച്ച് കേട്ടോണേ.
വളരെ അധികം കാർബൺ കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകം ഏതാണ്? അത് കാർബൺ മോണോക്സൈഡ്. ഏതാണ് പിള്ളേരെ? കാർബൺ മോണോക്സൈഡ്. അപ്പം കാർബൺ വളരെ അധികം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ് ഏത്? കാർബൺ ഡൈ ഓക്സൈഡ്. വളരെ അധികം ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ്. അതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അതായത് CO2. എന്നാൽ വളരെ അധികം കാർബൺ കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ്. അപ്പം കാർബൺ മോണോക്സൈഡിൽ പ്രവർത്തിക്കുന്ന ഓക്സിജന്റെ അളവ് കുറവാണ്. കാർബൺ ഡൈ ഓക്സൈഡിൽ പ്രവർത്തിക്കുന്ന ഓക്സിജന്റെ അളവ് അത് പഠിക്കാൻ എളുപ്പമാണ്. കാർബൺ ഡൈ ഓക്സൈഡിലാണോ കാർബൺ മോണോക്സൈഡിലാണോ ഓക്സിജന്റെ അളവ് കൂടുതൽ? കാർബൺ ഡൈ ഓക്സൈഡിൽ 2 ഓക്സിജൻ ഇല്ലേ? കാർബൺ മോണോക്സൈഡിൽ എത്ര എണ്ണേ ഉള്ളൂ? 1. അപ്പൊ കാർബൺ കുറഞ്ഞ അളവിലുള്ള ഓക്സിജനെ പ്രവർത്തിക്കുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? കാർബൺ മോണോക്സൈഡ്. കൂടിയ അളവിലുള്ള ആ ഓക്സിജനെ പ്രവർത്തിക്കുമ്പോഴാണ് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നത്. ഓക്കെ. ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഏത്? കാർബൺ മോണോക്സൈഡ്. നമുക്കറിയാം ജ്വലനം സംഭവിക്കണമെങ്കിൽ ആര് വേണം? ഓക്സിജൻ വേണം. ഓക്സിജൻ ഉണ്ടെങ്കിൽ മാത്രമേ ജ്വലനം സംഭവിക്കത്തുള്ളൂ. ഓക്കെ. ഇപ്പോൾ ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ സമ്പൂർണ്ണമല്ലാത്ത ജ്വലനം നടക്കും. അപൂർണമായ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് ഏത് പിള്ളേരെ? കാർബൺ മോണോക്സൈഡ്. ഏതാണ്? കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ ഹീമോഗ്ലോബിനില്ലേ, രക്തത്തിന് കളർ കൊടുക്കുന്ന ഹീമോഗ്ലോബിനുമായി ചേരും. മനസ്സിലായ? ചേർന്നതിന് ശേഷം എന്തുണ്ടാവും? കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു. എന്താണ് വളരെ? കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നു. അപ്പോൾ ഈ കാർബൺ മോണോക്സൈഡായിട്ട് ബന്ധപ്പെട്ട 3 പോയിന്റ് മനസ്സിലായല്ലോ പിള്ളേരെ? പറ എന്താണ്? വളരെ അധികം കാർബൺ കുറഞ്ഞ അളവിലുള്ള ഓക്സിജനുമായി പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വാതകമാണ് കാർബൺ മോണോക്സൈഡ് അല്ലെങ്കിൽ CO. ക്ലിയർ ആണല്ലോ? ഈ ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ എന്ത് നടക്കുമ്പോൾ? ജ്വലനം നടക്കുമ്പോൾ അല്ലെങ്കിൽ അപൂർണ ജ്വലനം, പൂർണ്ണമല്ലാത്ത ജ്വലനം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഭാഗിക ജ്വലനം നടക്കുമ്പോൾ പുറത്തു വരുന്ന വാതകമാണ് ഏത്? കാർബൺ മോണോക്സൈഡ്. ഈ കാർബൺ മോണോക്സൈഡ് നമ്മുടെ രക്തത്തിലെ ഹീമോഗ്ലോബിനുമായി എന്ത് ചെയ്യും? കലർന്നിട്ട് എന്തുണ്ടാവും? കാർബോക്സി ഹീമോഗ്ലോബിൻ ഉണ്ടാവും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ഈ തീപിടുത്തം ഉണ്ടാകുമ്പോൾ ഈ പുക ശ്വസിച്ച ആൾക്കാർ എന്ത് ചെയ്യുന്നത്? മരിച്ചു പോണത്. മനസ്സിലായില്ലേ? അതായത് ഈ തീപിടുത്തമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് കാർബൺ മോണോക്സൈഡ് നമ്മളെ ഉള്ളിലേക്ക് വരികയും നമ്മളെ ബ്ലഡുമായി കലർന്നിട്ട് കാർബോക്സി ഹീമോഗ്ലോബിനായി മാറും. അങ്ങനെയാണ് നമ്മൾ വിഷവാതകം അല്ലെങ്കിൽ വിഷപ്പുക ശ്വസിച്ച് മരിച്ചെന്ന് പറയണില്ലേ, അത് ഈ പറയുന്ന കാർബൺ മോണോക്സൈഡ് ആണ് കേട്ടോ. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഈ കാർബൺ മോണോക്സൈഡ് എന്തെങ്കിലും ഉപയോഗമുണ്ടോ? ഉപയോഗമുണ്ട് കേട്ടോ. വാതക ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്. കാർബൺ മോണോക്സൈഡ് എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട് പിള്ളേരെ? വാതക ഇന്ധനമായി ഉപയോഗിക്കുന്നുണ്ട്. വ്യാവസായിക ഇന്ധനങ്ങളായ വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിനും ആര് ഉപയോഗിക്കുന്നുണ്ട് പിള്ളേരെ? കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് എന്താണ്? വാതക ഇന്ധനമായി ഉപയോഗിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് എന്താണ്? വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ്. എന്തൊക്കെ നിർമ്മിക്കാൻ? വാട്ടർ ഗ്യാസും പ്രൊഡ്യൂസർ ഗ്യാസ് നിർമ്മിക്കാനും എന്തുപയോഗിക്കും? കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കും. അടുത്ത ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായും ആരുപയോഗിക്കും പിള്ളേരെ? കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കും. അപ്പൊ കാർബൺ മോണോക്സൈഡിന്റെ 3 ഉപയോഗം പറഞ്ഞേ. വാതക ഇന്ധനമായി ഉപയോഗിക്കുന്നു. പിന്നെ വ്യാവസായികമായിട്ട് വാട്ടർ ഗ്യാസ്, പ്രൊഡ്യൂസർ ഗ്യാസ് എന്നിവ നിർമ്മിക്കുന്നതിനും എന്തുപയോഗിക്കുന്നു പിള്ളേരെ? കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. പിന്നെ ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി എന്തുപയോഗിക്കുന്നു? കാർബൺ മോണോക്സൈഡ് ഉപയോഗിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പൊ കാർബൺ മോണോക്സൈഡ് സെറ്റായില്ലേ നിങ്ങൾക്ക്? ഓക്കെ. അടുത്ത് കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ തുടങ്ങിയ അജൈവ സംയുക്തങ്ങൾ ഒഴികെയുള്ള കാർബണിക സംയുക്തങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഓർഗാനിക് സംയുക്തങ്ങൾ. മനസ്സിലായ? അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാമേ. കാർബൺ മോണോക്സൈഡ് എന്താണ്? കാർബൺ മോണോക്സൈഡിൻ്റെയും കാർബൺ ഡൈ ഓക്സൈഡിൻ്റെയും കാർബണേറ്റുകൾ, ഈ രണ്ടിൻ്റെയും കാർബണേറ്റുകൾ, പിന്നെ ബൈകാർബണേറ്റുകൾ തുടങ്ങിയ അജൈവ സംയുക്തങ്ങൾ ഒഴികെയുള്ള, അതായത് ഇതിനേക്ക് ഒഴികെയുള്ള കാർബൺ സംയുക്തങ്ങൾ പറയുന്ന പേരാണ് എന്ത് പിള്ളേരെ? ഓർഗാനിക് സംയുക്തങ്ങൾ. എന്താണ്? ഓർഗാനിക് സംയുക്തങ്ങൾ. കാർബണിന്റെ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 4. എത്രയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് സിമ്പിളായിട്ട് അറിയാം. കാർബണിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്ട? 4. എന്താണ്? 4. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തങ്ങൾ അറിയപ്പെടുന്ന പേരെന്താ? ഹൈഡ്രോ കാർബണുകൾ. എന്താണ് പിള്ളേരെ? ഹൈഡ്രോ കാർബൺ. അപ്പൊ കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തം അറിയപ്പെടുന്ന പേരാണ് ഹൈഡ്രോ കാർബണുകൾ. ഓക്കെ. ഇനി ഒരു 3 പോയിന്റ് പഠിച്ചു കഴിഞ്ഞാൽ ഈ പോർഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് എന്താണ്?
കുറവാണ്. ഇവിടെ ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവ്, ആ കഴിവിനെ പറയുന്ന പേരെന്താണ്? അല്ല സംയം ക്ലൂ വരാം. കാറ്റ് ആ കാറ്റ് കാറ്റലൈസേഷൻ അല്ല, കാറ്റിനേഷൻ. എന്താണ് കാറ്റിനേഷൻ? എന്താണ് വളരെ കാറ്റിനേഷൻ. ഓക്കെ, അപ്പോൾ ഒരേ മൂലകത്തിലെ ആറ്റങ്ങൾക്ക് പരസ്പരം സംയോജിക്കാനുള്ള കഴിവാണ് ഏത്? കാറ്റിനേഷൻ. പറ പിള്ളേരെ, കാറ്റിനേഷൻ. ഏതാണ് കാറ്റിനേഷൻ? അപ്പോൾ ആ പോയിന്റ് പറയാൻ കാരണം കാറ്റിനേഷൻ കഴിവ് ഏറ്റവും കൂടുതലുള്ളത് ആർക്കാണ്? കാർബൺ. ആർക്കാണ്? കാർബൺ. അതായത് മനസ്സിലായി, ഒരേ മൂലകത്തിലെ ആറ്റങ്ങൾക്ക് തമ്മിൽ പരസ്പരം സംയോജിക്കാനുള്ള കഴിവ് കൂടുതൽ, ആ ഒരു കഴിവിനെ പറയുന്ന പേരാണ് കാറ്റിനേഷൻ. കാറ്റിനേഷനുള്ള കഴിവ് കൂടുതലുള്ള മൂലകമാണ് കാറ്റിനേഷൻ കഴിവുള്ള കാറ്റിനേഷനുള്ള കഴിവ് കൂടുതലുള്ള മൂലകമാണ് ഏത്? കാർബൺ. ഓക്കെ, കാർബണിന്റെ സംയുക്തങ്ങളെക്കുറിച്ച് പഠിക്കുന്ന പ്രത്യേക ശാസ്ത്രശാഖയാണ് ഏത്? ഓർഗാനിക് കെമിസ്ട്രി. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? മനസ്സിലായല്ലോ ഇത്രയും കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ലാസ്റ്റ് പറഞ്ഞ പോയിന്റുകളൊന്നും പറഞ്ഞുതരാവേ. കാർബൺ മോണോക്സൈഡിൻ്റെയും കാർബൺ ഡയോക്സൈഡിൻ്റെയും കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ എന്നിവ ഒഴികെയുള്ള ബാക്കിയുള്ള കാർബൺ സംയുക്തങ്ങളെ പറയുന്ന പേരാണെന്ത്? ഓർഗാനിക് സംയുക്തങ്ങൾ. കാർബണിന്റെ ഭാഗികതമ ഷെല്ലിൽ ഇലക്ട്രോണുകൾ എണ്ണം എത്രയാണ്? 4. കാർബണും ഹൈഡ്രജനും മാത്രമുള്ള സംയുക്തങ്ങളെ പറയുന്ന പേര് ഹൈഡ്രോ കാർബണുകൾ. ഓക്കെ, ഒരേ മൂലകത്തിലെ ആറ്റങ്ങൾ തമ്മിൽ സംയോജിക്കുന്ന കഴിവിനെ പറയുന്ന പേരാണ്, നിങ്ങൾക്ക് മനസ്സിലായോ? ഒരേ മൂലകത്തിലെ ആറ്റങ്ങൾ തമ്മിൽ സംയോജിക്കുന്ന കഴിവിനെ പറയുന്ന പേരാണ് കാറ്റിനേഷൻ. ഏറ്റവും കൂടുതലുള്ളത് കാർബൺ ആണ്. ഓക്കെ, കാർബണിന്റെയും കാർബണിന്റെ രൂപാന്തരങ്ങളെയും സംയുക്തങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഓർഗാനിക് കെമിസ്ട്രി. ഇത്രയും മനസ്സിലായല്ലോ കാര്യങ്ങൾ. ഓക്കെ, ശരി, നമുക്ക് എന്ത് ചെയ്യാം? ചോദ്യം കൂടെ ചോദിച്ചിട്ട് മതിയാക്കാം. ഓക്കെ, എന്താണ് ഹരിതാലയ പ്രവാഹം? അന്തരീക്ഷ വായുവിൽ കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് കൂടുന്ന അവസ്ഥ. എന്താണ് ആഗോളതാപനം? ഹരിതഗ്രഹ പ്രവാഹം മൂലം അന്തരീക്ഷത്തിലും ഭൂമിയിലും താപനില ഉയരുന്ന അവസ്ഥയാണ് ആഗോളതാപനം. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപം പറഞ്ഞേ. ഡ്രൈ ഐസ് എന്തിനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? മേഘം ഉണ്ടാക്കാനും. ഓക്കെ, ഫയർ എക്സ്റ്റിങ്വിഷറിൽ ഉപയോഗിക്കുന്ന രാസവസ്തു എന്താ? മോണോ അമോണിയം ഇല്ലല്ലേ? ABC പൗഡറാ? പൗഡറല്ല, കുട്ടിക്കൂറ പൗഡർ. ABC ഡ്രൈ പൗഡർ. ആ ഓക്കെ, ഈ എന്തൊക്കെയാ ചേർന്നാണ് ABC ഡ്രൈ പൗഡർ? അമോണിയം ഫോസ്ഫേറ്റും അമോണിയം സൾഫേറ്റും ചേർന്ന്. സുമനെ, കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് വെച്ചാൽ എന്താണ്? എന്തൊക്കെ? കാർബൺ വളരെയധികം ഓക്സിജൻ വളരെയധികം ഉണ്ടാകുന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ മോണോക്സൈഡ് പറ. വളരെയധികം വളരെയധികം കാർബൺ കുറഞ്ഞ അളവിൽ ഓക്സിജനെ പ്രവർത്തിച്ചുണ്ടാകുന്നതാണ് ഇത് കാർബൺ മോണോക്സൈഡ്. ഓക്കെ, ഈ ജ്വലനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. ഈ ഭാഗികമായ ജ്വലനം സംഭവിക്കുമ്പോഴാണ്. എപ്പോഴാണ് ഭാഗികമായ ജ്വലനം സംഭവിക്കുന്നത്? എന്നുവെച്ചാൽ ഓക്സിജൻ കുറഞ്ഞുമ്പോഴാണ് ഭാഗികമായ ജ്വലനം സംഭവിക്കുന്നത്. അപ്പോൾ എന്തുണ്ടാവും? കാർബൺ മോണോക്സൈഡ് ഉണ്ടാവുന്നത്. ഈ കാർബൺ മോണോക്സൈഡ് ഹീമോഗ്ലോബിനുമായി ചേരുമ്പോൾ എന്തുണ്ടാവും? ഓക്കെ, സുമേ, കാർബൺ മോണോക്സൈഡ് ഉപയോഗങ്ങളെന്ന് പറഞ്ഞേ. വാതക ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസായിട്ട് ഉപയോഗിക്കും. നിർമ്മാണത്തിന് ഉപയോഗിക്കും. അടുത്ത് ലോഹ നിർമ്മാണ പ്രക്രിയ നിരോക്സിക്കായിട്ട് ഉപയോഗിക്കും. ഓക്കെ, കാർബൺ മോണോക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബണേറ്റുകൾ, ബൈകാർബണേറ്റുകൾ തുടങ്ങിയ അജൈവ സംയുക്തങ്ങൾ ഒഴികെയുള്ള കാർബൺ സംയുക്തങ്ങൾ പറയുന്ന പേരെന്താ? ഓർഗാനിക് സംയുക്തങ്ങൾ. ഓക്കെ, കാർബണിന്റെ ഭാഗികതമ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 4. കാർബണും ഹൈഡ്രജനും മാത്രം അടങ്ങിയ സംയുക്തം അറിയപ്പെടുന്ന പേരെന്താ? ഹൈഡ്രോ കാർബണുകൾ. ഓക്കെ, ഒരേ മൂലകത്തിന്റെ ആറ്റങ്ങൾ പരസ്പരം സംയോജിക്കാനുള്ള കഴിവെന്താ സുബിനെ? കാറ്റിലേഷൻ ആണ്, നേഷനാണ്? കാറ്റിനേഷൻ. ഓക്കെ, കാറ്റിനേഷൻ കഴിവ് കൂടുതലുള്ള മൂലകം ഏതാ മോനെ? എന്താണ് മോനെ ഓർഗാനിക് കെമിസ്ട്രി? ഓർഗാനിക് കെമിസ്ട്രി എന്ന് വെച്ചാൽ കാർബണിന്റെയും അതിന്റെ സംയുക്തങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഏത്? ഓർഗാനിക് കെമിസ്ട്രി. അതെ, മലയാളത്തിൽ പറഞ്ഞ കാർബണിക അല്ലല്ലോ, കാർബണിക രസതന്ത്രം തന്നെ. അതെ, ഞാൻ നേരത്തെ പറഞ്ഞു. ശരി, അടുത്ത നമുക്ക് പരീക്ഷ. ഒന്നാം ചോദ്യം, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യ ഡെപ്യൂട്ടി കളക്ടർ. അടുത്ത്, കേരളത്തിൽ ആദ്യ ചീഫ് സെക്രട്ടറി. രണ്ടാം ചോദ്യം, കേരളത്തിൽ ആദ്യ ചീഫ് സെക്രട്ടറി.
മൂന്നാം ചോദ്യം, കേരളത്തിൽ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി. നാലാം ചോദ്യം, നിലവിലെ ഡി ജി പി ആരാണ്? അഞ്ചാം ചോദ്യം, ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെ സവിശേഷതകൾ എന്തൊക്കെ? അഞ്ച് ചോദ്യമായല്ലോ. ആയി. ആറാം ചോദ്യം, സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനമുള്ള ആദ്യ സംസ്ഥാനം ഏതാണ്? സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനമുള്ള ആദ്യ സംസ്ഥാനം ഏത്? ഏതല്ലോ. അടുത്ത ഏഴാമത്തെ ചോദ്യം, ജടായു പക്ഷിശില്പത്തിൻ്റെ ശില്പി ആരാണ്? 2022-23 ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാമത്തെ ആരാണ്? ഒന്നാമത്തെ സംസ്ഥാനം. സാറിന് പറഞ്ഞത് പറയുക. 2022-23 ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ചെറിയ സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തെത്തിയ സംസ്ഥാനം ഏത്? എഴുസ്നയില്ല കേട്ടോ. 8. ഒൻപതാം ചോദ്യം, കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? 10ാം ചോദ്യം, ഏഷ്യൻ കിങ് വൾച്ചർ സംരക്ഷണ കേന്ദ്രം, ലോകത്തിലെ ആദ്യത്തെ ഏഷ്യൻ കിങ് വൾച്ചർ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഏഷ്യൻ കിങ് വൾച്ചർ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്ന സംസ്ഥാനം ഏത്? ഓക്കെ, ശരി. അത് ദിവസമായല്ലോ. ഇതൊരു മിനിറ്റ്. ഏഷ്യൻ കിങ് വൾച്ചർ കഴുകൻ സംസ്ഥാനം വരുന്നു. പെട്ടെന്ന് താഴെ അങ്ങോട്ടും. പറ, ആദ്യത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ഡെപ്യൂട്ടി കളക്ടർ ആരാ? ചൂരായി കണാരൻ. ഓക്കെ. ആരാണ് കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി? NES രാഘവനാചാരി. ഓക്കെ. ആരാണ് വനിതാ ചീഫ് സെക്രട്ടറി? പത്മ രാമചന്ദ്രൻ. ഓക്കെ. ആരാണ് നിലവിലെ കേരള DGP? ഷേഖ് ദർവേഷ് സാഹിബ്. ഓക്കെ. എന്തൊക്കെയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ ശ്രേണീപരമായ സംഘടനം, സ്ഥിരത, യോഗ്യതയ്ക്കനുസരിച്ചുള്ള നിയമനം, രാഷ്ട്രീയ നിഷ്പക്ഷത, വൈദഗ്ധ്യം. ഓക്കെ. ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു? 100% ഇലക്ട്രിക് വാഹനം, സർക്കാർ വകുപ്പുകളിൽ 100% ഇലക്ട്രിക് വാഹനമുള്ളത് ഉത്തർപ്രദേശിലാണ്. ജഡായു പക്ഷിശില്പത്തിൻ്റെ ശില്പി രാജീവ് അഞ്ചലാണ്. അതുപോലെ ഈ കടലാസ് മുമ്പ് ചോദ്യമുണ്ട്. 2022-23 ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ചെറിയ സംസ്ഥാന പട്ടികയിൽ ആദ്യം വന്നിരിക്കുന്ന ആരാണ്? ഗോവയാണ്. ഓക്കെ. അതുപോലെ തന്നെ ആദ്യ കടലാസ് രഹിത ഹൈക്കോടതി ഏതാണ്? കേരള. ഏഷ്യൻ കിങ് വൾച്ചർ സംരക്ഷണ കേന്ദ്രം ഉത്തർപ്രദേശിലാണ്. ഓക്കെ. അതിലൂപ് ഇന്നും 9 നേടിയിട്ടുള്ളൂ. താങ്കൾ പൊട്ടിയിരിക്കുകയാണ്. ഓക്കെ. UP എഴുതാറില്ലെന്ന് പറഞ്ഞാൽ അറിയത്തില്ലല്ലോ താങ്കൾക്ക്. ഓക്കെ, ശരി. അപ്പോൾ അതിൽ 9. നിനക്ക് എത്രടാ സുവിന്? 10 കൺഗ്രാറ്റ്സ്. വിജയൻ 10 കൺഗ്രാറ്റ്സ്. ഓക്കെ. നിനക്ക് എത്രടാ? ഹായ് കാണിക്കണ. 5 നീ ഇന്നലെ ഇരുന്നില്ലേ? ഇതൊക്കെ പഠിച്ചിട്ട് വേണം. വീഡിയോ ചാനൽ കിടക്കുകയല്ലേ? ഓക്കെ. അപ്പോൾ നമുക്ക് നാളെ കാണാം. ടാറ്റ, ബൈ, പൊക്കോ.